നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. അതേക്കുറിച്ച് വിശദമായി ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക. മനസ്സ് ആകെ അസ്വസ്ഥമായ ഒരവസ്ഥ നിങ്ങളിൽ പലർക്കുമുണ്ട് എന്നത് വാസ്തവമാണ്. എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതിൽ പല കാര്യങ്ങളും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ പല കാര്യങ്ങളും നടക്കും എന്നൊരു പ്രതീക്ഷ പോലും നിങ്ങൾക്കുണ്ട്. എന്നാൽ പിന്നീടായിരിക്കും കാര്യങ്ങൾ മറിയുക. അതായത് പിന്നീട് ആ കാര്യങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഇത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവമാണ്. ഇനി എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. വളരെയധികം കഷ്ടപ്പെടുന്നവരുടെ എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും കണ്ണ് കെട്ടിയിട്ടുള്ളതായ ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും തിരിച്ചറിയുവാൻ പോലും സാധിക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ജീവിതത്തിൽ എന്താണ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് നടക്കാത്ത സാഹചര്യമുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതായിട്ടില്ല. അതിൽ അല്പം കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല അവസരങ്ങളും നിങ്ങളിലേക്ക് തേടിയെത്തുകയും ചെയ്യും. നിങ്ങൾ ഒരിക്കലും അത്തരം കാര്യങ്ങൾ കാണാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്ക് മുൻപിൽ നിരവധിയാർന്ന അവസരങ്ങൾ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന കൃത്യമായ ഒരു ധാരണ പോലും ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവസരങ്ങളാണ് ഭഗവാൻ നൽകുന്നത് എങ്കിൽ അത് കൃത്യമായി തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന കാര്യവും ഓർക്കുക. കൃത്യമായി തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതിസന്ധികൾ അത് എത്ര വലുതാണ് എങ്കിലും അനായാസം തരണം ചെയ്യുവാനും എന്താണോ നിങ്ങൾക്ക് അനിവാര്യമായത് അത് നേടിയെടുക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കഴിവുകൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് എത്ര തന്നെ മറ്റുള്ളവർ ഇല്ല എന്ന് പറഞ്ഞാലും വളരെയധികം കഴിവുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ അതിലൊരു മാറ്റം കൊണ്ടുവരിക എന്നത് മറ്റുള്ളവർക്ക് സാധ്യമായ ഒരു കാര്യമല്ല. പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് എങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നതാണ് വാസ്തവം. സ്വന്തമായി തന്നെ പ്രവർത്തിക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്ന വാശി തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ദുരിതങ്ങൾ അതെല്ലാം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പാലിക്കുവാനും ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് നൽകി അവരെ കൊണ്ട് കൃത്യമായി അത് പ്രവർത്തിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. സന്തോഷം കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. പ്രാക്ടിക്കലായി തന്നെ പല കാര്യങ്ങളും ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പ്രതിസന്ധികൾ അത് എത്ര തന്നെ വലുതാണ് എങ്കിലും നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒട്ടും ഭയം തോന്നാതെ ധൈര്യമായി തന്നെ കാര്യങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ലൈഫിലും നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ലൈഫിലും ഒരു മാറ്റം കൊണ്ടുവരുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാവുന്നതാണ്. നിങ്ങളെ പലരും എതിർക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്.
എന്നാൽ ആ എതിർക്കുന്നവരെ പോലും നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹം നിങ്ങളെ ശക്തിയായി മാറുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ പോലും നിങ്ങളെ ശക്തി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. നിങ്ങൾ ഈശ്വരന് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അത് മുൻജന്മ കർമ്മഫലത്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ജന്മത്തിലെ നിങ്ങളുടെ പ്രവൃത്തിയാൽ വന്നു ചേർന്നിരിക്കുന്ന അനുഗ്രഹവുമാകാം. തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് കൂടി നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന കാര്യവും ഓർക്കുക. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. കാരണം പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് കൂടുതൽ ഉത്സാഹം നൽകും. പലപ്പോഴും വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ചിന്താഗതിയിൽ പോലും മാറ്റങ്ങൾ വന്നു ചേരും. സംസാര കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഏത് കാര്യവും നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത്. ചില കാര്യങ്ങളിൽ തിരിച്ചടികൾ വന്ന് ചേർന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു. വിദേശയാത്ര, വിദേശ പഠനം തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് നടക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കുകയും മറ്റുള്ളവർക്ക് പോലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്നതായ കാര്യം നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. തീർച്ചയായും നിങ്ങളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു മതിപ്പ് തോന്നാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. കഴിവുകൾ പലതും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ കൃത്യമായി എവിടെ പ്രയോഗിക്കണം എന്ന കാര്യം ഭഗവാൻ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കഴിവുകളെ വളർത്തുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരും. പുതിയ കാര്യം പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പുതിയ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ, പുതിയ ജോലി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നു എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കും. തീർച്ചയായും നിങ്ങളെ പല കാര്യങ്ങളും പല വ്യക്തികളും പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം പോലും രൂപപ്പെടാവുന്നതാണ്. ഇത്തരത്തിൽ പിന്നോട്ട് വലിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണകരമായി തന്നെ മാറാവുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ തടസ്സമായി നിൽക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെ അവിടെ എത്തി എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കുറെ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ആത്മീയപരമായ ഉയർച്ച പോലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നത് പോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു ആപത് ഘട്ടത്തിലും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശവും ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭഗവാൻ നൽകുന്ന ആ പോസിറ്റീവായ ഊർജം, അവസരങ്ങൾ അത് കൃത്യമായി ജീവിതത്തിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം.